Dear friends, learn English grammar with Madhav Mash. നമുക്ക് ഇന്ന് വേറൊരു കൺജങ്ഷനെ കുറിച്ച് പഠിക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കൺജങ്ഷൻ ഈഫ് കൺജങ്ഷനാണ്. ഈഫ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതൊരു കണ്ടീഷണൽ കൺജങ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഈഫ് വെച്ചിട്ട് ഒരു ക്ലോസ് ഉണ്ടാകുമ്പോൾ അത് കണ്ടീഷണൽ ക്ലോസ് ആണ്. അപ്പോൾ സാധാരണ കണ്ടീഷണൽ ക്ലോസ് പോസിബിൾ കണ്ടീഷൻ ആവാം, പ്രോബബിൾ കണ്ടീഷൻ ആവാം, ഇമ്പോസിബിൾ കണ്ടീഷൻ ആവാം. പിന്നെ ഇതിലുള്ളത് ഈഫ് ഉപയോഗിക്കുമ്പോൾ ഒരു അൺറിയൽ കണ്ടീഷൻ ഉണ്ട്. അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാധ്യത തീരെ ഇല്ലാത്തത്. അപ്പോൾ ഇങ്ങനെ 4 കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനാണ് ഒന്ന് എഴുതുക. ഈഫ് ക്ലോസ് പ്രസൻറ്റ് കണ്ടീഷനിലാണ് ആദ്യം എഴുതുക. അതായത് ഈഫ് ക്ലോസിലെ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിലെ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചറിൽ പെട്ടതായിരിക്കും. വില്ല്, ഷാല്, മേ, ക്യാൻ ഇത് ഏതെങ്കിലും വരാം. അതേസമയം ഈഫ് ക്ലോസിലെ കണ്ടീഷൻ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ, അതായത് പോസിബിൾ ആണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ എഴുതാറുണ്ട്. ഈഫ് ക്ലോസിലെ ടെൻസ് പാസ്റ്റ് ടെൻസിൽ എഴുതുമ്പോൾ മെയിൻ ക്ലോസിലെ ടെൻസ് ഈ നേരത്തെ പറഞ്ഞതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് ഇതാണ് വരിക. മൂന്നാമത് വരുന്നത് ഇമ്പോസിബിൾ കണ്ടീഷനാണ്. അപ്പോൾ ആദ്യം പോസിബിൾ കണ്ടീഷനിൽ പ്രസന്റ് ടെൻസിൽ എഴുതും, പ്രോബബിൾ കണ്ടീഷനിൽ പ്രസന്റ് ടെൻസിൽ എഴുതും, പോസിബിൾ കണ്ടീഷനിൽ പാസ്റ്റ് ടെൻസിൽ എഴുതും, ഇമ്പോസിബിൾ കണ്ടീഷനിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതും. അപ്പം ഈഫ് ക്ലോസ് 3 കണ്ടീഷൻ എഴുതാം: പ്രസൻറ്റ് കണ്ടീഷൻ, പാസ്റ്റ് കണ്ടീഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ. അപ്പോൾ പ്രസൻറ്റ് കണ്ടീഷൻ എഴുതുന്നത് പ്രോബബിളും, പാസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത് പോസിബിളും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ എഴുതുന്നത് ഇമ്പോസിബിളും സാധ്യതയില്ലാത്തതുമാണ്. അതിൻ്റെ എക്സാമ്പിളുകളാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈഫ് ക്ലോസ് പ്രസന്റ് ടെൻസിൽ എഴുതിയാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് അടുത്ത മെയിൻ ക്ലോസ് പാസ്റ്റ് പ്രസന്റ് ടെൻസിൽ തന്നെയായിരിക്കണം. രണ്ടാമത്തെ വാചകത്തിൽ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഈഫ് ക്ലോസ് എഴുതിയാൽ അതിൻ്റെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലായിരിക്കണം. അതിന് നമ്മൾ പോസിബിൾ കണ്ടീഷൻ എന്ന് പറയും. മൂന്നാമത്തെ ഈഫ് ക്ലോസ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതുകയാണെങ്കിൽ അങ്ങേപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ടെൻസിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ഓർമ്മ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസൻറ്റ് കണ്ടീഷൻ എഴുതാം, പാസ്റ്റ് കണ്ടീഷൻ എഴുതാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ എഴുതാം. പ്രസൻറ്റ് കണ്ടീഷൻ എഴുതുന്നത് പ്രോബബിളും, പാസ്റ്റ് കണ്ടീഷൻ എഴുതുന്നത് പോസിബിളും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ എഴുതുന്നത് ഇമ്പോസിബിളും ആയിരിക്കും. അതുപോലെ തന്നെ ഇതിലൊരു അൺറിയൽ കണ്ടീഷൻ ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ, അപ്പം നമ്മുടെ വെർബിൻ്റെ നമ്മുടെ ഈഫ് ക്ലോസ് എഴുതുമ്പോൾ ഏകവചനത്തിലുള്ള വെർബിൻ്റെ കൂടെ പ്ലൂരലിലുള്ള വെർബ് ഉപയോഗിക്കും. ഏകവചനത്തിലുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂരലിൻ്റെ വെർബ് ഉപയോഗിക്കുന്നതാണ് അൺറിയൽ കണ്ടീഷൻ. അതിനർത്ഥം അതിന് തീരെ സാധ്യതയില്ല എന്നർത്ഥം. അപ്പോൾ ഇഫ് ഐ ആം റിച്ച് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അതേസമയം ഇഫ് ഐ വേർ റിച്ച് എന്ന് പറഞ്ഞാൽ ഐ കഴിഞ്ഞ് വേറെ സാധാരണ വെക്കാറില്ല, വാസല്ലേ വെക്കാറ്. അപ്പോൾ വാസിന് പകരം വേറെ വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. ഇഫ് ഐ വേർ റിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ. അതുപോലെ ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ, ഇമ്പോസിബിൾ ആയിട്ടുള്ള അൺറിയലാണത്, നോട്ട് റിയൽ അറ്റ് ഓൾ. ഇഫ് ഐ വേർ എ ഡോക്ടർ, ഞാൻ ഡോക്ടറായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ സാധ്യതയല്ല. ഇഫ് ഐ വേർ എ ഗേൾ, ഞാനൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ, ഇമ്പോസിബിളാണ്, മാത്രമല്ല അൺറിയലാണ്. അങ്ങനെ ഏകവചനത്തിൻ്റെ കൂടെ ഈഫ് ക്ലോസിൽ ഏകവചനത്തിൻ്റെ കൂടെ പ്ലൂരൽ വെർബ് ഉപയോഗിക്കാറുണ്ട്. അത് അൺറിയലാണ്. ഇപ്പോൾ ഇഫ് ഐ വാസ് റിച്ച് എന്നല്ല പറയാറ്, ഇഫ് ഐ വേർ റിച്ച് എന്ന് പറഞ്ഞാൽ അത് അൺറിയലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഐ ആം നോട്ട് റിച്ച്. ഇഫ് ഐ വേർ റിച്ച് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇഫ് ഐ വേർ എ ഗേൾ, ഞാനൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഐ ആം നോട്ട് എ ഗേൾ. ഇഫ് ഐ വേർ എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അൺറിയലാണ്. ഐ എം എ ടീച്ചർ, ഐ ആം നോട്ട് എ ഡോക്ടർ. ഇനിയിപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ആവാനായിട്ട് പറ്റൂല, അപ്പോൾ അത് അൺറിയലാണ്. ഇഫ് ഐ വേർ എ കിങ്,
അപ്പോൾ സാധ്യതയില്ലാത്തൊരു കാര്യമല്ലേ. അതാണ് നമ്മൾ ഏകവചനത്തിൻ്റെ കൂടെ ബഹുവചനത്തിൻ്റെ പാസ്റ്റ് ടെൻസിലുള്ള വർബ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അൺറിയൽ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്ലോസ് എന്തൊക്കെയാണ്? പ്രസൻറ്റ് കണ്ടീഷൻ എഴുതാം, പാസ്റ്റ് കണ്ടീഷൻ എഴുതാം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ എഴുതാം, അൺറിയൽ ആയിട്ട് എഴുതാം. അങ്ങനെ 3-4 കണ്ടീഷനിൽ ഈ ക്ലോസിൽ എഴുതാം. ഈ ക്ലോസ് എപ്പോഴും ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് സാധാരണ അഡ്ജക്റ്റീവ് ക്ലോസോ ആഡ്വർബ് ക്ലോസോ നൗൺ ക്ലോസോ ആയിരിക്കും. അപ്പം ഈ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് അതിന് വാചകം ഉണ്ടാവില്ല. സബോർഡിനേറ്റീവ് ക്ലോസിൻ്റെ കൂടെ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. മെയിൻ ക്ലോസിനെ നമ്മൾ സാധാരണ പേരെടുത്ത് വേറെ പറയാറില്ല. മെയിൻ ക്ലോസ് എപ്പോഴും മെയിൻ ക്ലോസ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. അതേസമയം സബോർഡിനേറ്റ് ക്ലോസുകളായാലും ഈഫുകളൊക്കെ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ 3 തരത്തിൽ വിഭജിക്കാറുണ്ട്: നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബിയൽ ക്ലോസ്. ഒരു ക്ലോസ് ഏതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ പേര് വിളിക്കാറുണ്ട്. ഇപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ്, ഈ ക്ലോസ് ഒരു ക്രിയാവിശേഷത്തിന് പ്രവൃത്തി ചെയ്യുമ്പോൾ ആഡ്വർബിയൽ ക്ലോസ് എന്ന് പറയും. നാമത്തിന് പ്രവൃത്തി ചെയ്യുമ്പോൾ നൗൺ ക്ലോസ് എന്ന് പറയും. നാമവിശേഷത്തിന് പ്രവൃത്തി ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസുകളെ 3 തരത്തിൽ. ഈ ക്ലോസ് സാധാരണ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അത് സാധാരണ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ബോർഡിലേക്ക് നീങ്ങാം. കേട്ടോ, ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, അവൻ കഠിനമായി ജോലി ചെയ്യുന്നുവെങ്കിൽ, വർക്ക്സ് പ്രസൻസ്, ഹി വിൽ പാസ് പരീക്ഷ പാസ്സാകും. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡ് പാസ്റ്റ് ടെൻസ് ആക്കി, അപ്പം ഹി വുഡ് പാസ്, വുഡിന് പകരം കുഡും വയ്ക്കാം. ഇഫ് ഹി ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് പാസ്. പാസ്റ്റ് പെർഫെക്റ്റ് ആയപ്പോൾ ഇതാ വുഡ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നു. വുഡിന് പകരം കുഡും വയ്ക്കാം. അപ്പോൾ ഇത് 3 കണ്ടീഷൻ: പ്രസന്റ് കണ്ടീഷൻ, പാസ്റ്റ് കണ്ടീഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ. ഇനി ഇഫ് ഐ ആം റിച്ച്, പണക്കാരനാകുന്നുവെങ്കിൽ കാർ വാങ്ങാൻ കഴിയും. ഐ ക്യാൻ ബൈ എ കാർ. ഇഫ് ഐ വാസ് റിച്ച് ഐ കുഡ് ബൈ എ കാർ, പാസ്റ്റ് ടെൻസ് ആയി. ഇഫ് ഐ ഹാഡ് ബീൻ റിച്ച്, പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഐ കുഡ് ഹാവ് ബോട്ട് എ കാർ, കാർ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഇഫ് ഐ വേർ എ ഡോക്ടർ, ഞാൻ ഡോക്ടർ ആയിരുന്നെങ്കിൽ സാധ്യതയില്ല. ഐ കുഡ് ട്രീറ്റ് ദ പേഷ്യൻസ്. ഇഫ് ഐ വേർ എ ബേർഡ്, പക്ഷിയായിരുന്നെങ്കിൽ ഐ കുഡ് ഫ്ലൈ. അൺറിയൽ കണ്ടീഷൻ. ഇതാണ് പ്രസന്റ് കണ്ടീഷനിലെ രണ്ട് എക്സാമ്പിളുകൾ, അൺറിയൽ കണ്ടീഷനുള്ള 2 എക്സാമ്പിളുകൾ. ഇത് നല്ലപോലെ എഴുതി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കൂടി പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ ക്ലാസ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് എക്സാമ്പിളുകൾ നല്ലപോലെ എഴുതണം. എഴുതി പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ എല്ലാം എഴുതിൻ്റെ ഇമ്പോസിബിൾ, പോസിബിൾ, അൺറിയൽ ഒക്കെ എഴുതി വെച്ചിട്ട് അത് വീണ്ടും എഴുതി പഠിക്കണം. അങ്ങനെ അടുത്ത ക്ലാസ്സിലാകുമ്പോഴേക്കും ഈ ക്ലോസിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം. ഈഫ് എങ്ങനെ എഴുതാമെന്നും പഠിക്കണം. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.